ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇത് ഞാൻ ഗോവ യാത്ര പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണ്. പാക്കേജ് ടൂറായിരുന്നു. കൊല്ലത്തു നിന്നാണ് യാത്ര തിരിച്ചത്. രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് യാത്ര തിരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ടൂർ പ്രോഗ്രാമിലുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ട്രെയിൻ എത്തി. അതിൽ കയറി കൊച്ചുവേളി ഇൻഡോർ ട്രെയിനായിരുന്നു കേട്ടോ. 3rd AC യാത്ര. അതുകൊണ്ട് നമ്മൾ ചൂടൊന്നും അധികം അറിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ കസിൻസ് എല്ലാവരും യാത്ര പോകുന്നവരും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഓരോ തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ട്രെയിനിൽ. വളരെ നല്ല യാത്രയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര പോകുന്നതിൻ്റെ ഓരോരോ ഇതൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ട്രെയിനിലേക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കസിൻ സിസ്റ്റർ കൊല്ലത്താണ് താമസിക്കുന്നത്. ചേച്ചിയാണ് എല്ലാ ഫുഡൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ വാഴയിലയിൽ ഉള്ള ഊണൊക്കെ കഴിക്കുകയാണ്. ട്രെയിനിലെ ഫുഡ് ഒരു ദിവസമെങ്കിലും കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. നൈറ്റിലേക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ ഫുഡ് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഫുഡ് നമ്മൾ ഒരു ദിവസത്തേക്കെങ്കിലും നല്ല ഫുഡ് കഴിക്കണം എന്ന് കരുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കുകയാണ്. AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് വലിയ ചൂടൊന്നും നമ്മൾ അനുഭവപ്പെട്ടില്ല. നല്ല വൃത്തിയുള്ള ട്രെയിനൊക്കെ ആയിരുന്നു. ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നമ്മൾ നല്ല ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നല്ലൊരു യാത്രയായിട്ടാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം രാത്രി 2 മണിയോടുകൂടി നമ്മൾ ഗോവയിൽ എത്തിച്ചേർന്നു. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഗോവയിലെ. അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ബസ്സുണ്ട്, ടൂറിസ്റ്റ് ബസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. ഒരു 2-2:30 മണിയോടുകൂടി നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. സ്റ്റാർ ബീച്ച് റിസോർട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. AC ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ഹോട്ടലായിരുന്നു സ്റ്റാർ ബീച്ച് റിസോർട്ട്. ഗോവയിൽ വരുന്നവർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു കംഫോർട്ടബിൾ പ്ലേസാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട്. നല്ല വൃത്തിയുള്ള നല്ല ഹോട്ടലായിരുന്നു. അത് സാധാരണ എടുക്കാവുന്ന AC നോൺ AC എല്ലാ ഇതിലുള്ള റൂമുകളും ഉണ്ട്. നമുക്ക് അതിൻ്റെ റേറ്റൊന്നും ഒരുപാട് വലിയ റേറ്റൊന്നും അല്ല. എങ്കിലും നല്ല വൃത്തിയുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ നമുക്ക് പാക്കേജ് ടൂർ ആയതുകൊണ്ട് എല്ലാം അതിൽ തന്നെ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് AC റൂം എടുക്കണമെങ്കിൽ അല്പം കൂടി നമ്മൾ പൈസ അടയ്ക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വളരെ നല്ല നീറ്റായിട്ടുള്ള റൂമാണ് ഈ കാണിക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് അവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, കാൾവാർ ബീച്ച്. ആ ബീച്ച് പോയി കാണുകയാണ് എല്ലാവരും കൂടെ. അത് അവരവരുടെ കൂട്ടുകാരൊക്കെ ഒത്ത് ഒരുപാട് ഫാമിലികളും അവരെല്ലാം ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോരോ ബാച്ചായിട്ട് തിരിഞ്ഞ് അവർ പോയി കാണുകയാണ്. ഇത് ഞങ്ങൾ 3 പേരും ഒരു ബാച്ചായിട്ട് നിന്ന് കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഒരു ബാച്ചായിട്ട് പോയി കാണുകയാണ്. നല്ല ഒരുപാട് ആഴമൊന്നും ഇല്ലാത്ത നല്ല ഗോവൻ കടൽ തീരമായിരുന്നു. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് പോയി ഉള്ളിലോട്ട് ഇറങ്ങി പോകാൻ പറ്റും. അത്രയ്ക്ക് നല്ല ശാന്തമായ കടലായിരുന്നു. കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്ന ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ആരോ ഒരു മൺകൂന വെച്ചിട്ട് ഒരു ശിവൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് അവിടെ ആ കടലിൻ്റെ കരയിലുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ശിവഭഗവാനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കയറി. പക്ഷേ ഭയങ്കര റേറ്റാണ്. നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും ഇരട്ടി വിലയാണ് പറയുന്നത്. കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ വാങ്ങിക്കാൻ ശ്രമിച്ചു.
പിന്നീട് നാളെ മറ്റന്നാളും ഒക്കെ കുറച്ചുകൂടെ നല്ല ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഉള്ള സ്ഥലങ്ങളിലോട്ട് പോകാമെന്ന് കരുതിയതുകൊണ്ട് എല്ലാ തുണിത്തരങ്ങളും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും വളരെ വില കൂടുതലായിരുന്നു. ഇരട്ടിക്ക് പറയുന്നുണ്ടായിരുന്നു. ടൂറിസ്റ്റുകളാണെന്ന് അറിയുമ്പോൾ അവർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിക്കുകയാണ്. ഫുഡിനൊന്നും അധികം വിലയായിട്ട് തോന്നുന്നില്ല. എല്ലാം നമ്മുടെ സാധാരണ ഫുഡൊക്കെ തന്നെയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ഇവിടുത്തെ ദോശയും പൂരിയൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്കും അതേപോലെ നമ്മുടെ നാടൻ ഫുഡ് തന്നെയായിരുന്നു. നമ്മുടെ റൈസും സാമ്പാറും അതേപോലെ തോരനും അതേപോലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഒരു നമ്മുടെ പാക്കേജ് ടൂറിൽ തന്നെ ഉള്ളതാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ പൂളിൽ കുറച്ച് സമയം ചിലവഴിക്കുന്നതൊക്കെ വളരെ അതിനും കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും പൂളിൽ ഇറങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂളൊക്കെ കണ്ട് കുറച്ച് നേരം അല്പനേരം പൂളിലൊക്കെ ഇറങ്ങി സന്തോഷത്തോടു കൂടി ഒരു ദിവസം കഴിയാൻ ശ്രമിക്കുകയാണ്. വളരെ വിശാലമായ ഒരു പൂളായിരുന്നു കേട്ടോ. നല്ല ആഴത്തിലുള്ള വെള്ളം, ഏകദേശം ഒരു 6 അടിയോളം താഴ്ചയോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു. കുറേ ഫാമിലീസൊക്കെ വന്ന് അതിൽ ഒത്തിരി നേരം കുളിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. അതിനുശേഷം ഞങ്ങളും അവിടെ ഇറങ്ങി അല്പനേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ചിലവഴിക്കാൻ ശ്രമിച്ചതാണ്. നല്ല രസമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം നമ്മൾ ഇറങ്ങുന്നത്. പേടിയില്ലാത്തവർക്കൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കുളിക്കുന്നതിനൊന്നും നല്ലതാണ്. നല്ല രസമായിരുന്നു. കുറച്ച് പേർക്കൊക്കെ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളതുകൊണ്ട് അവരൊന്നും ഇറങ്ങിയില്ല. ഞാനും എൻ്റെ ഒരു കസിൻ ചേച്ചിയും കൂടെ ഇറങ്ങുകയാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ ആടി തിമിർക്കുകയാണ് ഞാൻ വെള്ളം കണ്ട സന്തോഷത്തിൽ. സത്യത്തിൽ വീഡിയോ എടുത്തപ്പോഴൊന്നും ഞാൻ ഇത്രയും കണ്ടില്ല. ഇപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും സന്തോഷത്തോടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. ചേച്ചിയായിരുന്നു, വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള ചേച്ചിയാണ് കരയ്ക്ക് നിന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പിന്നീട് വൈകിട്ട് കുറച്ച് സമയം വീണ്ടും ഞങ്ങൾ അടുത്തുള്ള വേറൊരു ബീച്ചിലൊക്കെ കുറച്ച് അവിടെ എല്ലാം ബീച്ചുകളാണ്, ഇഷ്ടംപോലെ ബീച്ചാണല്ലോ. ഗോവയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്. അങ്ങനെ കുറച്ച് നേരം വീണ്ടും ഞങ്ങൾ വൈകിട്ട് ബീച്ചിൽ പോയതാണിത്. പക്ഷെ ലൈറ്റ് കുറവായതുകൊണ്ട് ഫോട്ടോ ഒന്നും അത്രയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ഫിഷ് ഫ്രൈ, തവ ഫിഷ് ഫ്രൈ, ഗോവൻ ചില്ലി തവ ഫിഷ് ഫ്രൈ, ഇതിനകത്ത് ഈ റവയൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അതൊന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഒരു ഫിഷ് ഫ്രൈക്ക് 380 രൂപയായിരുന്നു. അത് കുറച്ച് കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വരുന്നവരൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വളരെ നല്ല ഫിഷ് ഫ്രൈ ആയിരുന്നു. ഗോവൻ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. ഞങ്ങളതൊക്കെ എന്തായാലും ഗോവയിൽ വന്ന സ്ഥിതിക്ക് ഗോവയിലുള്ള സ്പെഷ്യൽ എന്താണെന്ന് അറിഞ്ഞിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫിഷായിരുന്നു. അതിനുശേഷം ഞങ്ങളും കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ചിലവഴിച്ച് ചോളമൊക്കെ കഴിച്ചു. കുറച്ച് നേരം കൂടെ സൈഡ് സീയിങ്ങൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഇനി നാളെയാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കറങ്ങാനൊക്കെ പോകുന്നത്. ഇനി 2 ദിവസം കൂടെ നമ്മൾ ഗോവയിൽ തങ്ങും. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതും ഒക്കെ എല്ലാം കൂടെ ചേർത്തൊന്ന് അപ്ലോഡ് ചെയ്ത് ഇട്ടതാണ്. അങ്ങനെ എൻ്റെ ചെറിയൊരു ഗോവൻ ട്രിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ബൈ.